കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമൊഴിക്കുന്നിൽ വെച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞു. അവതാളം അടിക്കാടോ. ഇവനൊക്കെ എവിടുന്ന് വരണേ? അപസ്വരം പാടിയാൽ അവതാളമല്ലാതെ പിന്നെ ഏത് താളം അടിക്കുക? അവര് പാവം പറയും ഒരു ദോഷികള്. നീ പിടിക്കേ. കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമൊഴിക്കുന്നിൽ വെച്ചോ കുപ്പിവള കുപ്പിവള. എന്റെ ഭഗവതി, ഒടുക്കത്തെ തീറ്റി നിന്നിട്ട് ഈ കോലത്തിലായതേ ഉള്ളൂ. ഇവന്മാരെ ഇന്ന് ഞാൻ പാർപ്പിക്കും. നിർത്തണോ? അല്ല ഭാവതര, ഇതെന്നെ ഭാവിച്ചോണ്ടാ? ഇതെന്ത് പാട്ട്? ഏത് രാഗം? രാഗം പന്തുവരാളി. പന്തുവരാളി തന്നെ ഞാൻ പന്ത് കെട്ടുന്ന പോലെ തട്ടും. ഈ പാട്ടിന് ആള് പോവും തീർച്ചയാ. ശുദ്ധ കലയ്ക്ക് ഈ നാട്ടിൽ ഒരു വിലയില്ല അമ്മ. ഓ, ഒരു ശുദ്ധ കൊല. കഴിഞ്ഞ ബാലയ്ക്ക് ആ അപ്പുക്കുട്ടിന് 1 മണിക്കൂറിന്റെ 8 പാട്ടല്ലേ ചിട്ടപ്പെടുത്തിയത്? അതും നല്ല ഒന്നാന്തര പാട്ട്. അമ്മാവാ, ഇവർക്കൊക്കെ പറ്റിയത് എല്ലാ ഇളയരാജയോ ദേവരാജനോ ഒക്കെയാണ്. നമ്മളെപ്പോലുള്ള ശുദ്ധ കലാകാരന്മാർക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല. ശരിയാ, നമുക്ക് ഇതൊക്കെ വലിയ വളക്കേകാവുള്ളൂ, ഒടിക്കരുത്. നമ്മളിത് ഏതായാലും ചെയ്യാവുന്നേ. നമുക്കിതൊക്കെ വൃത്തിയായിട്ട് ചെയ്യാം. ചെയ്യല്ലേ? നമുക്ക് സ്വരം ഒന്ന് മാറ്റി പിടിക്കാം. നീ മധ്യമത്തിൽ പിടിച്ചേ. മധ്യമം പിടിക്കട്ടെ. എടി കൊച്ചേ, ഞാൻ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. നിന്റെ ഒന്ന് ചെറുക്കം പോക്കാം. എന്താ ടീച്ചർ? അവൻ ആ പാട്ട് കൊളവാക്കിയെന്ന്. നല്ല ഒന്നാന്തരം കവിതയല്ലായിരുന്നു. അയ്യോ, കേട്ടില്ലേ അവന്റെ ഒരു പന്തവരാളി? എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു കയറുന്നു. ഞാനത് ടീച്ചറിനോട് പറയാനിരിക്കായിരുന്നു. രമണന് സംഗീതമേ അറിയില്ല. അയ്യോടി എന്റെ കൊച്ചേ, അരങ്ങേറ്റത്തിന് എത്ര ദിവസമുണ്ട്? നീ എന്താ ഇത് നേരത്തെ പറയാഞ്ഞേ? ഞാനത് എങ്ങനെ പറയും ടീച്ചർ? അച്ഛൻ. ആഹാ, അച്ഛനോ? എനിക്ക് എന്റെ കാര്യം നോക്കാതിരിക്കാൻ ഒക്കത്തില്ല. സരോജിനി, നീങ്ങ വന്നേ. ടീച്ചർ ഇങ്ങോട്ട് വരാൻ. ആഹാ, ഞാനിപ്പോ വരാം. നിർത്ത്. ഇത് ഏതവൻ എഴുതിയ പാട്ടാണ്? ഒരുമാതിരി കത്ത് എഴുതണ പോലെ പാട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഇത് കമ്പോസ് ചെയ്യാൻ പറ്റൂല. കവിയെ വിളിക്ക്. അമ്മാവനും മരുമാനും എഴുന്നേറ്റാട്ടെ. 2 ഉപ്പ് ഇറങ്ങണം ഇവിടുന്ന്. 10:30 ബസ് ഉണ്ടെന്ന് തോന്നുന്നു. അതിക്കൊരു സ്ഥലം എടുപ്പോ. അമ്മാവാ, ഈ നാണക്കേട് ഞാൻ സഹിക്കൂല. സുഗന്ധിയെ വിളിച്ചോണ്ട് ഇപ്പൊ ഇറങ്ങണം. ഓ, അയാളുടെ ഒരു സുഗന്ധി വലിയ ഹേമമാലിനെയാണെന്നായിരിക്കും വിചാരം. വിളിച്ചോട്ട് പോടന്ന്. അതെ, ടീച്ചർ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? പിന്നെ ഞങ്ങളങ്ങ് പോയേക്കാം. സുഗന്ധി ഇവിടെ നിന്നോട്ടെ. അരങ്ങേറ്റത്തിന് അന്ന് ഞങ്ങളിങ്ങ് വരാം. അതാ നല്ലത്. തനിക്ക് വിവരമുണ്ട്. ഇവിടെ കൊണ്ടോട്ടെ എന്റെ പാട്ട്. ഓ, ഒരു സംഗീത കോളാമ്പി. തന്റെ ഈ കുന്തോക്കെ എടുത്തിട്ട് വേഗം പോ. അമ്മാവ, ഇത് നമ്മുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എടാ, ഇനി ഇവിടെ നിന്നാൽ എന്റെ മോള് പുറത്താവും. പിന്നെ എന്റെ ഗതി പെരുവഴി. നിന്റെ